ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മനോഹരമായ സ്ഥലം കാണിച്ചു തരാൻ പോകുന്നു. മുമ്പും ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമാകുമ്പോൾ ഇത് കാണാനുള്ള ഭംഗി ഒന്നും കൂടെ കൂടും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന് കാണിക്കുന്നത്. നഗരവനം ഒരു കോൺസെപ്റ്റിൽ ചെയ്ത സംഭവമാണിത്. ഒരു പാർക്ക്, അതിനൊരു നഗരവനം എന്ന് പേരിട്ടിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഒരു ബോർഡൊക്കെ ഉണ്ട്. നഗരവനം പള്ളം കണ്ടൽ തുരുത്ത്. ആരംഭിച്ച തീയതി 20/2/2022. ഇന്ന് 7/6/2026. 4 വർഷവും 3 മാസമായി. ഇതിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് ക്ലോസ് ആണ്. ഓക്കെ, ഇതെന്തിനാണ് ക്ലോസ് ആക്കിയിട്ടൊന്നും അറിയില്ല. ഇവിടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബെഞ്ചുകളൊക്കെ ഉണ്ട്. 1 2 3 4 5. ഇതിൻ്റെ ഇവിടെ ഒരു ഷെഡ് ഉണ്ട്. ഒരു ഷെഡിൻ്റെ ഉള്ളിൽ മഴ കൊള്ളാതിരിക്കാൻ ഒരു 3 എണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കാണിച്ചുതരാം. ഇത് കണ്ട, ഇതെന്താ മനസ്സിലായ? ഫ്ലോട്ടിങ്. ഈ ഫ്ലോട്ടിംഗ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ മഴക്കാലം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് വരെ ഇത് ഇവിടെ വെള്ളത്തിലായിരുന്നു. ആരോ എടുത്ത് ഇങ്ങോട്ട് കരക്കിട്ടതാണ്. ഇത് എന്തിനിട്ടാണെന്ന് അറിയില്ല. വെള്ളത്തിലായിരുന്നെങ്കിലും ഒരു കയറുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ ബന്ധിപ്പിച്ച് കുറെ അങ്ങോട്ട് പോകാത്ത രൂപത്തിൽ ഇങ്ങനെ ചെയ്തിരുന്നു. ഏതായാലും ഇത് മുകളിലുണ്ട്. എന്തിനാണ് ആരിട്ടാണെന്ന് അങ്ങനെ അറിയില്ല. ഏതായാലും ഇവിടെ വെള്ളത്തിലായിരുന്നു. ഇതായിരുന്നു ഹൈലൈറ്റ്. എപ്പോഴായാലും കടലാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ വെയിലേറ്റ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവും. എപ്പോൾ വന്നാലും ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ നിൽക്കാനൊരു രസമായിരുന്നു. ഈ കാണുന്നത് മുഴുവൻ കണ്ടൽക്കാടാണ്. അപ്പോൾ നല്ല രസമായിരുന്നു ഇതിങ്ങനെ വെള്ളത്തിലുണ്ടാകുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാൻ. 2022 തുടങ്ങിയൊരു പദ്ധതി, ആരംഭിച്ചൊരു പദ്ധതി 2026 ആയിട്ടും 2026 പകുതി കഴിഞ്ഞിട്ടും ഇത് ഇപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. കാസർഗോഡ് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. എന്ത് തുടങ്ങിയാലും ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടാത്തതോ അല്ലെങ്കിൽ കിട്ടിക്കാത്തതോ എന്താണെന്ന് അറിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ കാസർഗോഡ് മെഡിക്കൽ കോളേജ്. ഒന്നിച്ച് തുടങ്ങിയൊരു മെഡിക്കൽ കോളേജ് തുടങ്ങി അത് എല്ലാം ആയി, A to Z ആയി. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇപ്പോഴും 20% 30% ആയിട്ടുള്ളൂ. അതെത്ര വർഷങ്ങളായി. നല്ലൊരു സ്ഥലം ഇങ്ങനത്തെ കാട് പിടിച്ച് ഒരു കാര്യമില്ല അതിങ്ങനെ കിടക്കുന്നുണ്ട്. ഭരണം മാറിയല്ലോ, എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് കരുതി വന്നിട്ട് മാസങ്ങളായി. ഇതുവരെ ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ കുറച്ച് കാലമായിട്ട് ആകെ ഉണ്ടായൊരു മാറ്റം എന്താണെന്നറിയോ? ഈ ഗേറ്റ് ലോക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇത്ര കാലം അത് ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് മാസങ്ങളായിട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് നല്ല പാർക്കായിരിക്കും അല്ലേ എങ്ങനെ ചെയ്താൽ. പക്ഷെ എന്നാലും വൈകുന്നേരമൊക്കെ കുറേ ആൾക്കാർ ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നത് കാണാറുണ്ട്. നല്ല കാറ്റുകൾ കണ്ട, മരങ്ങൾ കാണുന്നത് കണ്ട, നല്ല കാറ്റുള്ള നല്ല അടിപൊളി സ്ഥലമായത്. ആരെങ്കിലൊക്കെ തലയിൽ ഓളം വന്നിട്ട് ഒന്ന് നേരാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു നോട്ടീസ് ഉണ്ട്, പകുതി കയറിയ നോട്ടീസ്. 2025 നവംബർ 1 എന്തോ ഒരു പരിപാടി നടന്ന് വനംവകുപ്പൊക്കെ ഇവിടെ വരുന്നുള്ളൊരിതൊക്കെ ഉണ്ടായിരുന്നു. ആ നോട്ടീസൊക്കെ ഉണ്ട്. യോഗം കഴിഞ്ഞിട്ട് ഇവിടെ പൂട്ടിയാന്ന് തോന്നുന്നു. യോഗത്തിന് വന്ന് യോഗം കഴിഞ്ഞിട്ട് ഇവിടെ പൂട്ടിയിട്ട് പോയതാന്ന് തോന്നുന്നു. ഇതേപോലെ കാസർഗോഡ് ഇതേപോലെ നല്ല അടിപൊളി സ്ഥലമുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല പാർക്കൊക്കെ ആയിട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലുള്ള CB പാർക്ക്. അതിൻ്റെ അവസ്ഥ പറയാതിരിക്കാൻ ബെറ്റർ. ഇപ്പോൾ അടുത്തൊരു ഇതൊക്കെ കണ്ടിരുന്നു, ഒരാളെ വീഡിയോ കണ്ടിരുന്നു. അവിടെ മുഴുവനും ഈ ലഹരി മാഫിയേൻ്റെ ഏരിയ ആയിട്ടുണ്ട്. അറിയില്ല കറക്റ്റ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. രാത്രി ഒന്നും ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ലൈറ്റ് ഇല്ല. പിന്നെ അവിടെ കുട്ടികൾ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഫുള്ള് പൊളിച്ചിട്ടുണ്ട്. നമുക്കിന്ന് നെക്സ്റ്റ് ടൈം അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ചകളൊന്ന് കാണാം. ഓക്കെ, ഏതായാലും ഇതാണ് നഗരവനം പള്ളം കണ്ടൽ തുരുത്ത്. കാസർഗോഡ് നെല്ലിക്കുന്നിൻ്റെ അടുത്താണ്. നെല്ലിക്കുന്നിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഈ റോഡിൽ എങ്ങനെ പോകാൻ വെറുതെ എങ്ങനെ പോകാൻ തന്നെ നല്ല രസമാട്ടോ. ഒരു സൈഡ് കണ്ടൽക്കാടും മറ്റൊക്കെ ആയിട്ട്, ഇപ്പുറ സൈഡ് വീടുകൾ, അതിനിടയിലുള്ള റോഡ് മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ റോഡാണിത്. 2 സൈഡും പച്ചപ്പ്. ഈ കണ്ടൽക്കാട്ടിൽ ആമകളൊക്കെ ഉണ്ട് കേട്ടോ. ആമകൾ, പലതരം മീനുകൾ. ഇത് സംരക്ഷിത കണ്ടൽക്കാടാണ്. കണ്ട ഇവിടെയൊക്കെ ഗ്രില്ലിട്ടിട്ടുണ്ട. ഇത് മുറിച്ചെടുക്കാനോ അതിൻ്റെ അപ്പുറം പോകാനൊന്നും പാടില്ല. അങ്ങനെ ആരും പോകുന്നത് കാണാറുമില്ല. മാലിന്യമുക്ത കേരളം. കേസ് ഇട്ടാൽ 25,000 രൂപയാണ് ഫൈൻ. നല്ല അത്യാവശ്യം നല്ല വെള്ളമുള്ള പുഴ. കണ്ടൽക്കാട് ഉണ്ടാവും. ഈ കണ്ടൽക്കാട് നേരെ അങ്ങോട്ട് പോയിട്ടാണ് നേരത്തെ ഞാൻ കാണിച്ച ആ നഗരവനം എന്നുള്ള ആ ഒരു പദ്ധതി. പാതി വഴിയിലായ പദ്ധതി. അങ്ങനെ പറയാൻ മാത്രം ചെറുപറ വെള്ളമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഒഴുക്കുള്ളൊരു വെള്ളമുണ്ട്. ഇവിടുന്ന് ഒരു ഷോർട്ട് വഴി പിടിക്കാം. ഒരു 3 കിലോമീറ്ററുള്ളത് ശരിക്കൊരു ഈ ഒരു ഷോട്ടിൽ പിടിച്ചാൽ ഒരു 1/2 കിലോമീറ്റർ വരെ ചുരുങ്ങും. 2-3 കിലോമീറ്റർ വരും ശരിക്കുള്ള റോഡിൽ പോവുകയാണെങ്കിൽ. ഇതിൽ പോവുകയാണെങ്കിൽ ഒരു വെറും 1/2 കിലോമീറ്റർ മതി. ഇതിന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള റോഡാണ്. സാധാരണ ഉപയോഗിക്കുന്ന വഴിയാണ്. ഫോണൊക്കെ പോയിട്ടുണ്ട്. മഴക്കാലമായതുകൊണ്ട് എല്ലായിടത്തും പുല്ലും പച്ചപ്പുമാണ്. കാണാൻ രസമാണ്, പക്ഷെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ്.